മൂന്നാം വർഷ MBA പരീക്ഷയുടെ 71 ഉത്തരക്കടലാസുകൾ നഷ്ടമായി എന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. വിവാദമായതോടെ കേരള സർവകലാശാല അടിയന്തര നടപടികൾ ആരംഭിച്ചു. വൈസ് ചാൻസലർ ഏപ്രിൽ 1 പരീക്ഷാ സബ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഉത്തരക്കടലാസ് നഷ്ടമായ പരീക്ഷ വീണ്ടും നടത്തണമെന്ന നിലപാടിലാണ് സർവകലാശാല. തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. പരീക്ഷ നടത്തിയില്ലെങ്കിൽ നിയമപരമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് സർവകലാശാല വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. ഉത്തരക്കടലാസ് നഷ്ടമായതിലെ ദുരൂഹത നീക്കാൻ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് രജിസ്ട്രാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകും. MBA 4ാം വർഷ പരീക്ഷയും കഴിഞ്ഞ ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് 3ാം സെമസ്റ്ററിലെ പരീക്ഷ വീണ്ടും നടത്തുമെന്ന വിചിത്രമായ ഇമെയിൽ ലഭിച്ചത്. ഇതോടെയാണ് പ്രൊജക്ട് ഫിനാൻസ് വിഷയത്തിലെ ഉത്തരക്കടലാസുകൾ കാണാനില്ലെന്ന വിവരം പുറത്തറിയുന്നത്. രാവിലെ ഒരു 11 മണിയായപ്പോൾ മെയിൽ കിട്ടിയതാണ്. പേപ്പർ കാണാതായെന്നുള്ളത് നമ്മൾ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ റൂമർ പോലെ അറിഞ്ഞതേ ഉള്ളൂ. അപ്പോഴും നമ്മൾ കോളേജ് ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ചോദിക്കുമ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ല. ഫീസ് വാങ്ങിക്കുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം എഴുതിയത്? ഇത് ഓൾറെഡി ഇങ്ങനെ കേസ് വന്നപ്പോൾ ആവറേജ് മാർക്ക് കൊടുത്ത് പാസ്സാക്കി വിടണമെന്നാണ് ഹൈക്കോടതിയിൽ ഓർഡർ ഉള്ളത്. അപ്പോൾ അതുപോലൊരു ആവറേജ് മാർക്ക് ഇട്ട് പാസ്സാക്കി വേണം, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതാണ് ഞാൻ പറയുന്നത്. ഉത്തരക്കടലാസുകൾ ഗസ്റ്റ് അധ്യാപകന്റെ പക്കൽ നിന്ന് പാലക്കാട് വെച്ചാണ് നഷ്ടപ്പെട്ടത്. അധ്യാപകൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും കണ്ടെത്താനായില്ല. 71 ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് അല്ലേ, 71 സ്റ്റുഡൻസിൻ്റെ ജീവിതമാണ് ആ കയ്യിലിരിക്കുന്നത്. ഇത് സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാൾ അധ്യാപകനെ എന്ന് എങ്ങനെ പറയും? സ്റ്റുഡൻസിൻ്റെ ജീവിതം മാർഗം നയിച്ചു കൊടുക്കുന്ന ഒരാളാണ് അധ്യാപകൻ. അധ്യാപകൻ്റെ നിന്ന് പേപ്പർ മിസ്സായി, അത് കാരണം 71 സ്റ്റുഡൻസ് വീണ്ടും എക്സാം എഴുതണം. ഉത്തരക്കടലാസുകൾ നഷ്ടമായെന്ന വിവരം ഡിസംബറിൽ തന്നെ സർവകലാശാല അറിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. നേരത്തെ കൂട്ടി കാര്യങ്ങൾ അറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ അനാസ്ഥ കാട്ടി എന്നാണ് വിദ്യാർത്ഥികളുടെ വിമർശനം. വീണ്ടും പരീക്ഷ നടത്തുകയല്ല, മറിച്ച് ശരാശരി മാർക്ക് നൽകുകയാണ് വേണ്ടതെന്നാണ് അവരുടെ നിലപാട്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.